ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു നാടൻ ലഞ്ചുമായിട്ടാണ്. 4 തരം കറികളുമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് സൂപ്പറായിട്ടുള്ള ലഞ്ച് തയ്യാറാക്കിയാലോ? ഞാനിവിടെ ആദ്യമായിട്ട് സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ നമുക്കൊരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറേ വെജിറ്റബിൾസ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം പരിപ്പ് വേവിക്കും, അതിനുശേഷമാണ് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നീട് മുളക് പൊടി നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇപ്പം നമുക്കൊരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് സാമ്പാറിനുള്ള പരിപ്പെടുക്കാം. ഞാനൊരു ചെറിയ കപ്പിൽ 1 കപ്പ് പരിപ്പെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. ഇനി ഒരു കുക്കർ എടുക്കാം. അതിൽ കുറച്ച് ഓയിൽ ഞാൻ അടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ പരിപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ വെജിറ്റബിൾസും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10 ചെറിയ ഉള്ളിയും കൂടെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. സവാളയ്ക്ക് പോലെ ഞാനിതിൽ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ചെറിയ ഉള്ളി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് പച്ചക്കറികളെല്ലാം വെന്തു പോവും. ഇനി അടച്ചു വെച്ച് നമുക്ക് സ്റ്റൗ ഓണാക്കി ഒരു 6-7 വിസിൽ വരുന്നത് വരെ ഒന്ന് വെച്ച് കൊടുക്കാം. പരിപ്പ് നന്നായിട്ട് വേവണം. പച്ചക്കറികളും ഒന്ന് വെന്ത് പോവും, പക്ഷേ അത് കുഴപ്പമില്ല. കുട്ടികളൊക്കെ പച്ചക്കറികൾ നമ്മൾ എടുത്ത് മാറ്റിക്കളയും. ഇതാകുമ്പോൾ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതും കൂടി എല്ലാവരും കഴിക്കും. ഇനി ഇതങ്ങ് മാറ്റി വയ്ക്കാം. നമുക്ക് അടുത്തതായി കുറച്ച് നെത്തോലി എടുത്ത് പീര വറ്റിക്കാം. അതിനായിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി കുറച്ച് നെത്തോലി എടുത്തിട്ടുണ്ട്. ഞാനിന്നിവിടെ പീര വറ്റിക്കാനാണ് പോകുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി തൊലിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങ, ഒരു ചെറിയ തേങ്ങയുടെ 1 മുറി തേങ്ങ ചിരകിയതാണ്. അതും കൂടി ചേർത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. തോരൻ അരയ്ക്കും പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി, അരഞ്ഞു പോവരുത്. നമ്മൾ പീര വറ്റിക്കാണ് പോകുന്നത്. ഇപ്പം എന്താ ഒന്ന് തോരൻ അരയ്ക്കുമ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ ഒറ്റ കറക്കിയാൽ മതി, ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് നെത്തോലി എടുക്കാം. അതിലേക്ക് നമ്മുടെ ഈ കൂട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മിക്സിയുടെ ജാറ് തന്നെ കഴുകിയ വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം വെച്ചാൽ മതി, നമ്മൾ വറ്റിച്ചാണ് ഇത് എടുക്കുന്നത്. ഇനി ഒരു 2 കുടംപുളി ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, വെള്ളം കൂടി പോവരുത്, ഇത് നമ്മൾ വറ്റിച്ചെടുക്കുന്നതാണ്. ഇനി നമുക്കിത് സ്റ്റൗ ഓണാക്കി അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വേവട്ടെ, നെത്തോലി ഒന്ന് വെന്ത് വരണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തവി വെച്ച് നന്നായിട്ട് ഇളക്കരുത്, എങ്കിൽ നെത്തോലി പൊടിഞ്ഞു പോകും. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കാവൂ. എന്നിട്ട് കുറച്ച് വെള്ളമല്ലേ അതിലുള്ളൂ, അതുകൊണ്ട് നമുക്കതിൽ അതിൽ നിന്ന് എടുത്ത് വേണം നമുക്കൊന്ന് ഉപ്പ് നോക്കാം, ഉപ്പും പുളിയും ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമുക്കൊരു ഒന്ന് കുലുക്കി വെച്ചാലും മതി. ഇപ്പോൾ കുറേശ്ശെ അത് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് വറ്റി വരണം. ചെറുതായിട്ട് ഒന്നും കൂടി നമുക്ക് ഇളക്കി നോക്കാം. ഇപ്പം നമ്മുടെ മീൻ പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി കുറച്ച് നെത്തോലിയുണ്ട്, അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പുരട്ടി വയ്ക്കാം. അതിനായി കുറച്ച് മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1 ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് നെത്തോലി ഇതിലേക്ക് ഒന്ന് പുരട്ടി വയ്ക്കാം. എല്ലാ നെത്തോലിയും നമുക്ക് നന്നായിട്ടൊന്ന് മുളകൊക്കെ പുരട്ടി അതൊന്ന് പിടിക്കട്ടെ. എന്നിട്ടിത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഉപ്പൊക്കെ ഒന്ന് നെത്തോലിയിൽ പിടിച്ച് കിട്ടണം. നെത്തോലിയെല്ലാം നമ്മൾ പുരട്ടി വെച്ചു. ഇനി അതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പയർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു വറ്റൽമുളകും കൂടി നമുക്കതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഉഴുന്നൊന്ന് മൂത്ത് കിട്ടണം. കുറച്ച് കറിവേപ്പില കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പിട്ടാൽ മതി. ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോവും. അതുകൊണ്ട് ആദ്യം കുറച്ചിട്ടതിന് ശേഷം പിന്നീട് നമുക്ക് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ആ എണ്ണയിൽ കിടന്ന് തന്നെ അതൊന്ന് വെന്ത് കിട്ടും. നമുക്ക് അടച്ച് വെച്ച് സ്റ്റൗ മീഡിയത്തിലായിരിക്കണം. അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് നേരം അതൊന്ന് വേവട്ടെ. ഇതിനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 അല്ലി വെളുത്തുള്ളി, ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടിയായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ചില സമയത്ത് നമുക്ക് കറണ്ട് കാണില്ല. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് തോരൻ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് തേങ്ങ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മിയെടുത്താൽ മതി. അപ്പം നമ്മുടെ കൂട്ട് റെഡിയാവും. ഇപ്പം ഞാനിത് അങ്ങനെയാണ് ചെയ്യുന്നത്. തോരനാകുമ്പോൾ നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പയർ വെന്തോ നോക്കാം. നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ കൂട്ടി തന്നെ നമുക്ക് ആ പാത്രം കഴുകി കുറച്ച് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ പയറിൽ വെള്ളമില്ല. അപ്പോഴത്തേക്ക് ഈ കൂട്ടിലുള്ള വെള്ളം കൊണ്ട് വേണം നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഒന്ന് ആവി വരുന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കാം. ഒരു 2 മിനിറ്റ് നേരം അതൊന്ന് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കത് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി നോക്കാം. ഇനി ഇത് അടച്ച് വെക്കണമെന്നില്ല. പയർ വെന്തിട്ടുണ്ട്. കൂട്ടും ഒന്ന് ആവി വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ നമുക്ക് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം തുറന്ന് വെച്ച് ഒന്നും കൂടി തേങ്ങയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തോരൻ കൂടുതൽ മൂത്ത് പോകരുത്. എങ്കിൽ പയർ തോരൻ വലിയ ടേസ്റ്റ് കാണില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് തേങ്ങ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം. ഞാൻ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നെത്തോലിയാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണ്ടി വരും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന മീനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മീൻ ഫ്രൈ ചെയ്യുമ്പോഴും സ്റ്റൗ മീഡിയത്തിലായിരിക്കണം. നെത്തോലി ചെറുതായിട്ട് പതുക്കെ ഇളക്കി വിടണം. ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ നെത്തോലിക്ക് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം.
പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ. പെട്ടെന്ന് വെപ്രാളപ്പെട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അത് എന്തായാലും പൊടിഞ്ഞു പോകും. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റൗ കുറച്ച് വെച്ചിട്ട് നമുക്ക് താഴെ ഇറക്കി വെച്ചതിന് ശേഷം നമുക്കത് ഇളക്കി മറിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മുടെ നെത്തോലി ഫ്രൈ ആയിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. നമ്മുടെ സാമ്പാർ എന്തായെന്ന് നോക്കാം. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പരിപ്പും കഷ്ണങ്ങളും എല്ലാം വെന്തിട്ടുണ്ട്. ഇതും നമ്മൾ തവി വെച്ച് നന്നായിട്ട് പെട്ടെന്ന് ഇളക്കി കഴിഞ്ഞാൽ അതെല്ലാം കഷ്ണങ്ങളെല്ലാം ഒന്ന് ഉടഞ്ഞ് വെന്ത് ഇതായി പോവും, കലങ്ങിപ്പോവും. അതുകൊണ്ട് അതും ഒന്ന് ചെറുതായിട്ട് വേണം ഇളക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ പുളി നേരത്തെ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനൊന്ന് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും വെള്ളം നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്, പച്ചവെള്ളത്തിന് ഒഴിക്കുന്നതിനെക്കാട്ടിലും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ചേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കുറച്ച് വെള്ളവും കൂടി, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എത്രയാണോ നമുക്ക് വെള്ളം ഗ്രേവി ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഉപ്പിട്ട് കൊടുക്കണം. സാമ്പാറിന് എന്തായാലും ഉപ്പ് കൂടുതൽ വേണം. അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മണമെല്ലാം വരും. സാമ്പാറിന് മെയിനായിട്ടുള്ളതാണ് മല്ലിയില. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനൊന്ന് നമുക്കടുത്ത് കടുക് താളിക്കണം. അതിനായിട്ടൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ചെറിയ ഉള്ളി വട്ടത്തിന് അരിഞ്ഞെടുത്തതാണ്. സാമ്പാറിന് എപ്പോഴും അത് കടുവറുത്ത് അതും കൂടി ഇടുമ്പോഴത്തേക്ക് നല്ലൊരു മണം കിട്ടും. ഇനി ഈ ഉള്ളി ഒന്ന് മൂത്ത് കിട്ടട്ടെ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 2 വറ്റൽമുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കറിയും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ലഞ്ച് അടിപൊളിയായിട്ടുള്ള ലഞ്ചും റെഡി ആയിട്ടുണ്ട്. ചോറ് ഞാൻ നേരത്തെ തിളപ്പിച്ച് വാങ്ങി വെച്ച് അതൊന്ന് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ കൂടെ ഈ വീഡിയോയിലൊന്നും കാണിച്ചില്ല. നമ്മുടെ പീര വറ്റിച്ചതും നെത്തോലി ഫ്രൈയും പയറ് തോരനും സാമ്പാറും ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലഞ്ച്. ഇതെല്ലാ പേരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്